സുചേട്ടാ നമസ്കാരം. നമസ്കാരം. സുചേട്ടാ, ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾ വീണ്ടും വർദ്ധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതൊരു പുത്തരിയല്ല, ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾ വർദ്ധിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ തമ്മിലൊരു വ്യാപാര കരാറിന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രയത്നിക്കുകയാണ് അമേരിക്ക എന്ന് പറയുന്നത്. പക്ഷേ ഇത്തവണത്തെ അവരുടെ ആരോപണം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ഇന്ത്യ ചൈനയുടെ ഷാഡോ ട്രാൻസ്ഷിപ്മെന്റ് ശൃംഖലയുടെ ഭാഗമായി മാറിയിരിക്കുന്നു എന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. അയാൾ തന്നെയാണ് ഇത് പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുന്നത്, പീറ്റർ നവാരോ. വൈറ്റ് ഹൗസ് റിപ്പോർട്ട് ഇന്ത്യയിലെ 3 വ്യവസായ കേന്ദ്രങ്ങളായിട്ടുള്ള ഗുജറാത്ത്, ചെന്നൈ, പൂനെ എന്നിവയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അമേരിക്കൻ വിപണിയിലേക്ക് പ്രവേശിക്കുന്നതായി ചൈനീസ് സാധനങ്ങൾ ഇവിടെ നിന്ന് വഴിതിരിച്ചു വിടുന്നുണ്ടെന്ന്, ഇത് അവർക്ക് $19 മുതൽ $26 ബില്യൺ വരെ നഷ്ടമുണ്ടാക്കുന്നുണ്ട് എന്നും അമേരിക്ക അവകാശപ്പെടുന്നു. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ ഓൾറെഡി അമേരിക്ക അസ്വസ്ഥരായിരുന്നു. അപ്പൊ എന്താണ് ഈ ചൈനയുമായിട്ട് നമ്മൾ ചെയ്യുന്ന ഈ പരിപാടി? അത് അമേരിക്കയ്ക്ക് വലിയ നഷ്ടം ഉണ്ടാക്കുന്നു എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഇന്ത്യയെ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും എന്നൊക്കെ അവർ വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ നടക്കുന്നുണ്ടോ? എന്താണ് ഈ പറയുന്ന ഈ ഒരു സാധനം? ടെക്നിക്കലായിട്ട് ഇത് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കുറച്ച് ഡൗട്ട് ഉണ്ടായിരിക്കും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഷാഡോ ഫ്ലീറ്റുകൾ പോലെ ഇന്ത്യ കള്ളക്കടത്ത് നടത്തുന്നു എന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? എന്താണ് സാധനം? അത് തന്നെയാണ് കള്ളസാധനങ്ങൾ എത്തിക്കുന്നു. അതാണ് സംഭവം. അതായത് ഇന്ത്യ ഉൾപ്പെടെ 40ഓളം രാജ്യങ്ങളിലാണ് ഇവർ അന്വേഷണം. ജപ്പാനും ഒക്കെ ഉണ്ട് അതില്, നമ്മൾ മാത്രമല്ല, സിംഗപ്പൂരുണ്ട്. അപ്പൊ ഇത് സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഈ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ താരിഫും മറ്റും ചുമത്തിയത് കൊണ്ട് ഇവർക്ക് ഈ അമേരിക്കയിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ കഴിയുന്നില്ല. എന്നാൽ അമേരിക്കയിലാണെങ്കിൽ ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് വലിയ ഡിമാൻഡ് വേണം. അപ്പോ എല്ലാ കാര്യങ്ങളും, മരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ. അപ്പം ഈ വരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഇത് എങ്ങനെയില്ല അവിടെ എത്തിച്ചേ പറ്റും. അവിടെ കസ്റ്റമേഴ്സ് അവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് ഇവരുടെ ഈ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുന്ന വാർത്തയൊക്കെ നമ്മൾ ഒരുപാട് കൊടുത്തിരുന്നതാണ്. ഈ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുന്നു, എല്ലാ രാജ്യങ്ങളും കെട്ടിക്കിടക്കുന്നു. ഈ താരിഫിന്റെ പ്രശ്നം കൊണ്ട് ഇവർക്ക് അത് അയക്കാനും പിടിക്കാനൊന്നും കഴിയാത്ത സാഹചര്യം വരുന്നു. ഇങ്ങനെ വരുന്ന ഈ ഉൽപ്പന്നങ്ങൾ ഇവർ ചെയ്യുന്ന പണി നേരെ ഇന്ത്യൻ കമ്പനികൾക്ക് കൊടുത്തിട്ട്, ഇന്ത്യൻ കമ്പനികളിൽ നിന്ന് നമുക്കറിയില്ലാതെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇത് ലേബൽ ചെയ്യുക, ഈ പ്രൊഡക്റ്റ് വിൽക്കുക. ഇതാണ് കാലാകാലങ്ങൾ ഇത് എല്ലാ രാജ്യങ്ങളിലും ചെയ്യാറുള്ള സാധനമാണ്. തായ്വാനിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന പല സാധനങ്ങളും, ഇനി പല രാജ്യത്തു നിന്നും പല ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ ഇങ്ങനെയാണ്. പക്ഷെ ഇതിനകത്ത് എന്റെ അറിവ് ശരിയാണെങ്കിൽ, ഞാൻ മുമ്പ് വാർത്തകളിൽ കണ്ടത് ശരിയാണെന്നുണ്ടെങ്കിൽ, നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞത് ഈ പണി ഇവിടെ നടക്കത്തില്ല. അതായത് നിങ്ങളുടെ ചരക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനെ റീലേബൽ ചെയ്യാൻ നടക്കത്തില്ല, പകരം നിങ്ങളുടെ ചരക്കുകൾ അസംബിൾ ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു. അസംബിൾ ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചപ്പോൾ ചൈന അതിന് വില്ലിങ് ആയി. ചൈന പറഞ്ഞു, ശരി, നിങ്ങളുടെ രാജ്യത്ത് ഇപ്പം, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഒരു ഫോൺ കമ്പനി ഉണ്ട് എന്ന് വെക്കുക. ഫോൺ കമ്പനി ഉണ്ടാകുമ്പോഴത്തേക്കും ചൈന പ്രൊഡക്റ്റായിട്ടല്ല ഇവിടെ കൊണ്ടിരുന്നത്, അവരുടെ ചില ഈ ഫോണിനകത്ത് ഉപയോഗിക്കേണ്ട പല സാധനങ്ങളും അവർ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നു, ഇവിടെ അസംബിൾ ചെയ്യുന്നു. ഒപ്പം തന്നെ അസംബിൾ ചെയ്യുമ്പോഴും നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞിരുന്നു, അസംബിൾ ചെയ്യുന്നതിന് ഒരു കാലയളവ് വെച്ചിട്ടുണ്ട്, 5 വർഷമോ 3 വർഷമോ കണ്ട്. അത് കഴിഞ്ഞാൽ ഇതിന്റെ 50% സാധനം ഇവിടെ തന്നെ ഉണ്ടാക്കണം. അത് കഴിയുമ്പോൾ അടുത്ത ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും ഫുൾ സാധനം ഇവിടെ തന്നെ ഉണ്ടാക്കണം. ഇങ്ങനെയാണ് അതിന്റെ സാധനങ്ങൾ പോകുന്നത്. ഒട്ടുമിക്ക രാജ്യങ്ങളും ഈ രീതിയിൽ ഇവിടെ ചെയ്യുന്നുണ്ട്. കാറുകൾ പോലും ഇവിടെ അസംബിൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യ രാജ്യത്ത്, മഹാരാജ്യത്ത് വിൽക്കാൻ കഴിയാതെ പുറത്ത് മാത്രം വിൽക്കുന്ന ഒരുപാട് വാഹനങ്ങൾ ഇന്ത്യയിൽ തന്നെ അസംബിൾ ചെയ്ത് എടുക്കുന്നുണ്ട്. കാരണം ഇവിടെ അതിനുള്ള ചെലവ് കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ ചൈനയുടെ പ്രൊഡക്റ്റുകൾ ഇവിടെ വന്നിട്ട് നമ്മൾ റീലേബൽ ചെയ്യുന്നു എന്നാണ് ഇവർ പറയുന്നത്. റീലേബൽ ചെയ്യുന്ന വരുന്ന പ്രൊഡക്റ്റുകൾ, അതായത് അമേരിക്കയെ ഇന്ത്യ പറ്റിക്കുന്നു. അതായത് ഈ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഞങ്ങൾ നിരോധിച്ചിരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ അവർക്ക് വലിയ താരിഫ് ചുമത്തി അവരെ വെട്ടിലാക്കി വെക്കുമ്പോൾ, അതേ ചൈനയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഒരു പണിയും ചെയ്യാതെ അത് റീലേബൽ ചെയ്ത് ഇങ്ങോട്ടേക്ക് കയറ്റി വിടുന്നു. ഭയങ്കര ലാഭമുള്ള ബിസിനസ് അല്ലേ അത്? ഇടയ്ക്ക് നിന്ന് കച്ചവടം ചെയ്യുന്നു എന്നുള്ളതാണ് ഇവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, അങ്ങനെ ഇടക്കാലത്ത് കേന്ദ്ര സർക്കാർ അങ്ങനെ ആലോചിച്ചിരുന്നു. അത് നടപ്പായോട്ടോ ഇല്ലോ എന്ന് നമുക്ക് അറിയത്തില്ല. അസംബ്ലി യൂണിറ്റുകൾ ഇവിടെ സ്ഥാപിക്കാം എന്നുള്ള രീതിയിൽ. അപ്പം ഇങ്ങനെയുള്ള ഇപ്പൊ നമ്മുടെ JSW, ജെറ്റോർ, ചെറിയ കാർ കമ്പനി കൂടെ ചേർന്നിട്ട് ജെറ്റോർ എന്ന് പറഞ്ഞൊരു വാഹനം ഇറക്കുന്നു. ഈ വർഷം അവസാനത്തോടെ വരും ജെറ്റോർ എന്ന് പറഞ്ഞ SUV ഇറക്കുന്നുണ്ട്. അതെങ്ങനെയാണ് വരുന്നത്? അത് ഇതേ മെത്തേഡിലാണ് വരുന്നത്. അവിടുന്ന് സാധനങ്ങൾ എത്തുന്നു, പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ തന്നെ JSWന്റെ പ്ലാന്റിൽ തന്നെ അവർ ഉണ്ടാക്കുന്നുമുണ്ട്. ഇങ്ങനെയാണ് സാധനം പോകുന്നത്. അപ്പൊ ഇതിനെതിരെയാണ് ഇപ്പൊ അവരൊരു കുരിശുയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, റഷ്യയിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനകത്ത് അവർ വീണ്ടും കലിപ്പുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. പക്ഷെ ഇന്ത്യ അത് അസന്നിഗ്ധമായി വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി അമേരിക്ക എത്ര താരിഫ് ചുമത്തിയാലും അത് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങും എന്ന് പറയാൻ. അപ്പൊ ഈ താരിഫും ചുമത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, നമ്മൾ ചൈനയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ചൈനയെ നമ്മൾ താരിഫിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഉൾപ്പെടെ 40ഓളം രാജ്യങ്ങൾ ശ്രമിച്ചിരുന്നു എന്നൊരു റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ റിപ്പോർട്ട് വെച്ചിട്ട് ഇന്ത്യക്കെതിരെ നടപടി എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഇപ്പോൾ നടക്കുന്ന വ്യാപാര കരാർ ചർച്ചകളിൽ നിന്ന് വളരെയധികം 2 രാജ്യങ്ങൾ ഇപ്പോൾ പിന്നാക്കം പോയിരിക്കുന്ന അവസ്ഥയാണ്. ഇന്ത്യ, അജിത് ഡോവൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇങ്ങനെ മാറുന്നവരെ കാത്തിരിക്കാൻ തയ്യാറാണ് ഒപ്പിടുന്നതിൽ നിന്നും.
ട്രംപ്. പോയി കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്ത് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇത് ലാഗ് ചെയ്ത് പോകാനുള്ള സാധ്യതയാണ് കൂടുന്നത്. കാരണം ഇനി ഒരു വർഷം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രംപ് അവിടുന്ന് പോകും. കാരണം അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിക്കും. അതുവരെ ഇത് ലാഗ് ചെയ്ത് പോകാനുള്ള എല്ലാ സാധ്യതയും ട്രംപായിട്ട് തന്നെ ഒരുക്കിക്കൊണ്ട് വരുന്നുണ്ട്. കാരണം ഇപ്പൊ ഈ ഒരു ആരോപണം ചെറിയ ആരോപണമല്ല ധനുഷ്, ഇതുപോലെ ഗുരുതരമായ ആരോപണം. അതിന് മുമ്പ് ഒരു ആരോപണം വന്നിരുന്നു, ഇന്ത്യയിലെ കമ്പനികൾ പലതും ഈ നിർബന്ധിത തൊഴിലെടുപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരോപണം കൂടെ ഉണ്ട്, ഒരു കുറ്റം കൂടെ ഉണ്ട് നമുക്കെതിരെ. അതായത് നിർബന്ധിതമായ തൊഴിൽ ചെയ്യിക്കുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചൈന, ഉത്തര കൊറിയ ഒക്കെയാണ് നിർബന്ധിതമായ ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന രാജ്യങ്ങൾ. നമ്മുടെ രാജ്യത്ത് എവിടെയാണ് നിർബന്ധിതമായി നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കുന്ന അതിനകത്ത് മറ്റു ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്ത്രീകൾ അവരെ 8 മണിക്കൂർ ജോലിക്ക് വരും 16 മണിക്കൂർ 20 മണിക്കൂറും പണിയെടുപ്പിക്കുന്നു, തുച്ഛമായ വേതനം കൊടുക്കുന്നു. 2, കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, അതായത് ബാലവേല ചെയ്യിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അങ്ങനെ ഈ രാജ്യത്ത് എവിടെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ രാജ്യത്ത് മീഡിയ ഇത്രത്തോളം ശക്തമാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോഴേ മീഡിയ അത് വലിയ വാർത്തയാകില്ലേ. ചൈനയിൽ എന്ന് പറഞ്ഞാൽ മീഡിയക്ക് സ്വാതന്ത്ര്യമില്ല, അതുകൊണ്ട് വാർത്ത അറിയില്ല. ഇതൊക്കെയാണ് അമേരിക്കയുടെ പുതിയ കുറ്റപത്രം എന്നാണ് പറയണം, അമേരിക്കയുടെ പുതിയ കുറ്റപത്രത്തിൽ ഉള്ളത്. അതിന് ഏത് സ്ഥാപനങ്ങളാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഈ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതും അതുപോലെ തന്നെ ഈ നിർബന്ധിതമായിട്ട് തുച്ഛമായ വേതനം കൊടുത്തുകൊണ്ട് രാപകൽ പണിയെടുപ്പിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയാം. ഇവിടെ തന്നെ ഇച്ചിരി നേരം കൂടുതൽ ജോലി ചെയ്യാന്ന് പറഞ്ഞാല് MD തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ് ഉള്ളത്. അവിടെ നമ്മൾ ഒരു അരമണിക്കൂറുടെ 200 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ 8 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത്. ആ 8 മണിക്കൂറിനുള്ളിൽ പിന്നെ ചാപ്പാട് അടിക്കാനും ചായ കുടിക്കാനും തുപ്പാനും മൂത്രം ഒഴിക്കാനും തന്നെ ഒരു 2 മണിക്കൂർ ചെലവഴിക്കുന്നുണ്ട്. പിന്നെ ആകെ വർക്ക് ചെയ്യുന്ന ഇത്രയും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കുറ്റാരോപണം, പക്ഷെ ഇത് ഗുരുതരമായ കുറ്റമാണ്. കേൾക്കുമ്പോൾ ചെറിയ കുറ്റമല്ല, ഗുരുതരമായ കുറ്റമാണ്. ബാൻ ചെയ്യാൻ കഴിയും ഉൽപ്പന്നങ്ങളെയൊക്കെ. അങ്ങനെ ബാൻ ചെയ്യാൻ പോകുന്നതാണ് കേട്ടത്. അപ്പൊ ഏതാണ്ട് കുറെ കമ്പനികളെ ബാൻ ചെയ്തിട്ടുണ്ട്, ആ ഒരു ഗണത്തിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതായത് ഒരു വൈരാഗ്യ ബുദ്ധിയോട് പെരുമാറുകയാണ് ഈ ട്രംപ് ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ ഇതിനെതിരെ ഇപ്പോൾ ഒരു വലിയ പ്രതിഷേധം ഇന്ത്യ എന്തായാലും അത് മൈൻഡ് ചെയ്യുന്നില്ല. അതിന് വലിയ മറുപടി ഇന്ത്യ കൊടുക്കാം. കാരണം ഇതിനകത്ത് എങ്ങനെ മറുപടി കൊടുക്കാൻ പറ്റും? ട്രംപ് പറയുന്നത് അങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമ്മുടെ രാജ്യം അത് അംഗീകരിക്കുന്നില്ല, അങ്ങനെ നമ്മളിവിടെ ചെയ്യുന്നില്ല എന്നാണ് നമ്മുടെ രാജ്യം പറയുന്നത്. ഇനി ഉടായ്പിൽ വല്ലതും കയറ്റി അയക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. ഏതായാലും ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ലോകത്ത് മുഴുവൻ ഒരു നാണക്കേടിൻ്റെതായ ഒരു സമയമാണ്. 2025 അദ്ദേഹം യൂറോ പരിവേഷം കിട്ടി എല്ലാവർക്കും താരിഫും ഒക്കെ ചുമത്തിയിരുന്നുണ്ടെങ്കിൽ 2026 എത്തുമ്പോഴേക്ക് അദ്ദേഹം ഇറാനിലെ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ പരാജയപ്പെട്ടു പോയി. വെനിസ്വലയിൽ അദ്ദേഹം വിചാരിച്ചതുപോലുള്ള നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. റഷ്യ ഉക്രൈൻ വാർ നിർത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ മൊത്തത്തിൽ പുള്ളിയുടെ ഒന്ന് നിറം മങ്ങി നിൽക്കുമ്പോൾ വീണ്ടും ഇന്ത്യയെ പോലൊരു രാജ്യത്തെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മൈലേജ് കിട്ടും എന്ന് ട്രംപ് കരുതുന്നുണ്ടാകാം. അതിന്റെ ഭാഗമായിട്ട് മാത്രമേ നമ്മളിതിനെ കാണാൻ കഴിയുന്നുള്ളൂ. ഏതായാലും ഈ വ്യാപാര കരാർ നടക്കത്തില്ല എന്നറിഞ്ഞുകൊണ്ടാണോ പുള്ളി ഈ ഡയലോഗ് വെച്ച് ഗീച്ചെന്നുള്ള അറിയത്തില്ല. ഈ നവേരോ എന്ന് പറഞ്ഞ വ്യക്തി ഒരു മാന്യനും ഒന്നും അല്ല. അദ്ദേഹം ഇന്ത്യക്കെതിരെ വളരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പം പിന്നെ നമുക്ക് അതിനേക്കാൾ പിന്നെ അദ്ദേഹം അത് പറഞ്ഞതിനകത്ത് വലിയ അത്ഭുതം ഒന്നും തോന്നുന്നില്ല. പക്ഷെ എന്തായാലും ട്രംപ് ഇതുവരെ ഈ താരിഫ് ചുമത്തിയിട്ടില്ല, അദ്ദേഹത്തിന് അത് ചുമത്താൻ കഴിയില്ല എന്നും കൂടി ഒരു വാർത്ത വരുന്നുണ്ട്. കാരണം ഈ അമേരിക്കയുടെ നിയമം അനുസരിച്ച് കൗൺസിൽ കൂടി ഇതിന് അംഗീകാരം കൊടുക്കണം, അവർ കൊടുക്കില്ല എന്നാണ്. കാരണം അമേരിക്കയിൽ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കാരണം ഈ ജനങ്ങളുടെ ജീവിത ചെലവൊക്കെ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ താരിഫ് ചുമത്തി കഴിഞ്ഞാൽ ഈ വരുന്ന സാധനങ്ങൾക്ക് ഞങ്ങൾ ഈ വലിയ വില കൊടുക്കേണ്ടി വരത്തില്ല. ഈ സാധനം കിട്ടാതെ വന്നാൽ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് ഈ മെഡിസിൻസ് ഒക്കെ വലിയ രീതിയിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഇതാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള പുതിയ കുറ്റപത്രം അമേരിക്കയുടെ.